ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. സൃഷ്ടിയുടെ ആരംഭത്തിൽ നീതിമാനായ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിച്ച വിവരം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ദേഹം ദേഹി ആത്മാവ് എന്ന സ്വർഗീയമായ വ്യവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ നിർമ്മിക്കുവാനിടയായത്. ദൈവം മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുമ്പോൾ മരണമില്ലാത്ത അവസ്ഥയിലായിരുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരുന്നത്. ദൈവത്തിന്റെ നിർമ്മലമായ സകത്വം ഉള്ളവരായി, തേജസ് ചുറ്റപ്പെട്ടവരായി, ദൈവത്തോട് നിരന്തരം സംഭാഷിച്ചും ദൈവിക സന്തോഷത്തിൽ വസിച്ചും സ്വൈരത്തോടെ സ്വസ്ഥതയോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വസിച്ച ആ ഒരു കാലഘട്ടത്തിൽ ദൈവം മനുഷ്യർക്ക് നിയമിപ്പിക്കുവാൻ, അനുസരിപ്പിക്കുവാൻ കൊടുത്ത കൽപ്പിതങ്ങൾ അനുസരിക്കുന്നതിൽ ആ മനുഷ്യൻ വിമുഖത കാട്ടുവാനായിട്ട് ഇടയായതായി നമുക്ക് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യർക്ക് അനുസരിപ്പാൻ കൊടുത്ത കൽപ്പിതങ്ങളെ അവർ അനുസരിക്കുന്നതിൽ വിമുഖത കാട്ടുവാനിടയായി. അങ്ങനെ അനുസരണക്കേട് നിമിത്തം പാപം മനുഷ്യനെ കീഴ്പ്പെടുത്തിയ അനന്തരം മനുഷ്യനിൽ ചുറ്റപ്പെട്ടിരുന്ന ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോവുകയും ആ പാപത്താൽ മരണം ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദേശനിവാസികളെ, നാം ഈ കണ്ണുകൊണ്ട് കാണുന്നത് എല്ലാം മായ ആണ്. മനുഷ്യന്റെ ജ്ഞാനത്തിന് എത്തപ്പെടുവാൻ കഴിയാത്തതും സ്വർഗീയമായ ജ്ഞാനത്താൽ പരിവശപ്പെട്ടിരിക്കുന്നതുമാകുന്ന അദൃശ്യമായ ഒരു വ്യവസ്ഥയാണ് സ്വർഗീയ ദൈവം, സനാതനനായ ദൈവം മനുഷ്യർക്ക് വേണ്ടി രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതി. അത്ര സമ്പൂർണവും സമ്പന്നവുമാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ സകല മനുഷ്യരിലും പാപം പ്രവേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അനുസരണക്കേട് നിമിത്തം ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിപ്പാൻ കഴിയാത്തവരായി മനുഷ്യൻ ബലഹീനനായി തീർന്നു. ഏദൻ ഭൂകാവനത്തിൽ സ്വർഗീയ സന്തോഷത്തിൽ നിറകുടമായി തീർന്ന ആ മനുഷ്യന്റെ ബലഹീനാവസ്ഥ മനസ്സിലാക്കി അന്ധകാരത്തിന്റെ അധർമ്മമൂർത്തിയായ ഈ ലോകത്തിലെ ദൈവം മനുഷ്യന്റെ ബലഹീനമായ അവസ്ഥകളെ കണ്ടുപിടിച്ചിട്ട് അതുവഴിയായി ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങൾക്ക് വിരുദ്ധമായ മറ്റൊരു പ്രമാണം അവരുടെ ബോധ മനുഷ്യന് കുത്തിക്കയറ്റി വേറൊരു സുവിശേഷം പറയുവാനിടയായി. നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ജീവിച്ചിരുന്ന് നിങ്ങൾ നന്മത്തങ്ങളെ കുറിച്ച് അറിവുള്ളവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുവാനിടയാകും. ദൈവം പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. അതാണ് ദൈവത്തിന്റെ സുവിശേഷം. എന്നാൽ അവിടെ സാത്താൻ ഉയർത്തിയ സുവിശേഷം എന്താണ്? നീ മരിക്കയില്ല, നിശ്ചയം നീ ദൈവത്തെ പോലെയാകും. അന്ന് ആരംഭിച്ച ആ വ്യാജ ആത്മാവിനാലുള്ള വ്യാജ സുവിശേഷത്താൽ ഇന്നും ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യാത്മാക്കൾ കൂട്ടമായി അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പോഷനെ പോലെ ഈ മുഖം ഏറ്റുവാങ്ങി ദൈവരാജ്യത്തിന്റെ പവിത്രമായ ആലോചനകൾക്ക് അനുസരണമായി മക്കൾ നിമിത്തം ഒരു പ്രസ്ഥാനം പടുത്തുയർത്തുവാനോ, മക്കൾ നിമിത്തം ഒരു പേരോ പ്രശസ്തിയോ സ്ഥാനമോ മാനമോ കുതിക്കുവാൻ കൂട്ടാക്കാതെ സ്വമേധ സുവിശേഷ സംഘമായി പുരുഷന്മാരെ പോലെ ദേശങ്ങൾ ഊടാടി സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ ഭാസുരമായ സുവിശേഷത്തിന്റെ ആഴമേറിയ പരിജ്ഞാനം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നിയോഗിച്ചത് തലയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ വെളിപ്പെട്ട സ്വർഗരാജ്യത്തിന്റെ പവിത്രമായ വെളിപ്പാടല്ലയോ അത്. ആ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വംശപരമ്പര കൂട്ടം കൂട്ടമായി പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോകുവാനിടയായി. മനുഷ്യർ പാപം ചെയ്തത് നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്ന് കിഴക്കൻ മേഖലയിലേക്ക്, കിഴക്കൻ ദേശത്തേക്ക് അവർ വാങ്ങിപ്പോകുവാനിടയായി. സീനാർ ദേശം വരെ അവർ വാങ്ങിപ്പോകുവാനിടയായി. അതുകൊണ്ടാണ് നീതിമാനായ ദൈവം മോശയുടെ നേതൃത്വത്തിൽ ഒരു സമാഗമന കൂടാരം പടുത്തുയർത്തുമ്പോൾ അതിന്റെ പ്രവേശന നട കിഴക്കോട്ടാണ് വെച്ചിരുന്നത്. തന്റെ സഹിതം വിട്ട് അന്യപ്പെട്ട് കിഴക്കോട്ട് പോയ മനുഷ്യനെ തേജോമയനായ ദൈവത്തിന്റെ ഏകാത്മജൻ അവൻ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 നിറങ്ങളുള്ള നൂലുകൾ കൊണ്ട് കോർത്തിണക്കിയ ആ ഒന്നാമത്തെ തിരശ്ശീല, ആ തിരശ്ശീല വലിഞ്ഞ് മാറ്റിക്കഴിയുമ്പോഴാണ് അകത്തെ ആത്മാവിന്റെ പ്രവൃത്തിയിലേക്കും പ്രസാദത്തിലേക്കും ദൈവത്തിലേക്കും മനുഷ്യന്റെ പ്രവേശനമുള്ളൂ എന്നുള്ള സമാഗമന കൂടാര വെളിപ്പാട് അവർ നൽകുവാൻ ഇടയായത്. കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യർ പാപം ചെയ്തത് എങ്ങനെ? സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലേക്ക് വരാം. 7-ാമത്തെ അധ്യായം 20
9-ാമത്തെ തിരുവചനം. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവ സൃഷ്ടിയിൽ മനുഷ്യൻ ഊനം ഇല്ലാത്തവൻ ആയിരുന്നു. അപാകതയില്ലാത്ത, ഊനമില്ലാത്ത, ത്യാഗോജ്വലമായ സ്വർഗീയ പ്രതിഭാസം ഉള്ളവനായി ദൈവത്തിന്റെ കരവിതായ മനുഷ്യൻ, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ, അവനെ നേരുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ വചനം പറയുന്നു, അവൻ എന്താ ചെയ്യുന്നത്? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എങ്കിലും അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവം മനുഷ്യർക്ക് കൽപ്പിച്ചു കൊടുത്ത കൽപ്പിതങ്ങൾ അനുസരിച്ച് സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരാക്കുവാൻ പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിലെ ഹിതം ഭൂമിയിൽ മനുഷ്യനോട് വെളിപ്പെടുത്തി ഈ ഭൂമിയെ സ്വർഗമാക്കി തീർപ്പാണ്ടക്കണമെന്നുള്ള അതിവാഞ്ചയോടുകൂടി ദൈവിക ജ്ഞാനം ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഘട്ടം ഘട്ടമായി ക്രിയകൾ നടത്തി വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? പാപനിമിത്തം മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ അടഞ്ഞു മാറുകയും അവൻ സൂത്രങ്ങൾ അന്വേഷിപ്പാൻ തുടങ്ങി. അവന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അന്വേഷിപ്പാൻ അവൻ തുടങ്ങി. അവന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ പ്രതിഭാസത്തെ അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ അവൻ